നടൂർക്കാവ് ദേവി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും റെക്കോർഡ് ഇടുന്ന പാട്ട് സന്തോഷ് കൃഷിയുടെ പാട്ടാണ്. ആ പാട്ട് എഴുതാനുള്ള സാഹചര്യവും ഇവിടെ എല്ലാ ദിവസവും അത് പ്ലേ ചെയ്യാനുള്ള സാഹചര്യവും എങ്ങനെയാണ് ഉണ്ടായത്? എല്ലാ ദിവസവും ഈ പാട്ട് കേൾക്കുന്നതിൽ ഒരു ഭക്തനെന്നുള്ള നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും അതിയായ കടപ്പാടും അമ്മയോടുണ്ട്. അത് ഞാൻ എഴുതിയിട്ട് ഇപ്പോൾ 18 വർഷമായി എഴുതി ഇറക്കിയിട്ട്. എന്നാൽ അതിനൊക്കെ മുന്നേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ വീട്ടിൽ കറണ്ടൊന്നുമില്ല. അപ്പോൾ ഈ ഇവിടെ നിർമാല്യം കാണാനായിട്ട് വൃശ്ചിക മാസത്തിൽ പ്രത്യേകിച്ച് 12 ദിവസം നിർമാല്യം കാണാനായിട്ട് അമ്മയ്ക്കൊപ്പം നമ്മൾ വരും, വെളുപ്പിലേ വരും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നിർമാല്യം കണ്ടു തൊഴുതിട്ട് തിരിഞ്ഞ് നല്ല ഭക്തിയോടെ നിന്ന് തൊഴുതിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് വീണ്ടും വന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി തൊഴും. അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട് കുറേ ഓടി വന്നിട്ട്. അപ്പോൾ അമ്മ എന്നോട് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികളായിട്ട് പാടി പാടി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് ആ മലയാള പുസ്തകം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി ഇട്ടു. നിർമാല്യ ദീപം കണികണ്ട് തൊഴുന്നതിനായി വന്നമ്മേ നെന്തൊരു മുന്നിൽ ഞാൻ, അമ്മ എന്നെ ഒരു വട്ടം കൂടി നോക്കി എന്നോട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചു. ഇത് നമ്മൾ വെറുതെ അന്ന് കവിതയൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ എഴുതിയതാണ്. 10ലാണ്. പിന്നെ +2 ഒക്കെ കഴിഞ്ഞു പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം, വിവാഹത്തിന് ശേഷം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ജനുവരി മാസത്തിൽ ഈ പ്രാവശ്യം നമുക്ക് ഈ അമ്മയുടെ പാട്ട് ഇറക്കണം. ഓരോ അമ്പലങ്ങളിൽ അന്ന് ഇറക്കുന്നുണ്ട്, കാസറ്റായിട്ടും CD ആയിട്ടൊക്കെ. അന്ന് പെൻഡ്രൈവ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ തോന്നുകയും ഒരു മാസം മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഈ പുസ്തകം എനിക്ക് കിട്ടി അവിചാരിതമായിട്ട്. കാരണം ബാക്കി എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഈ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ആക്രിക്ക് ഈ വെക്കേഷൻ സമയത്ത് വേസ്റ്റ് കെട്ടി കൊടുക്കുമല്ലോ. പക്ഷേ മലയാളം ടെസ്റ്റുകൾ മാത്രം ഞാൻ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരുന്നുകൊണ്ട് ഈ ടെസ്റ്റ് എനിക്ക് കിട്ടുകയും ഈ വരികൾ കാണുകയും ഈ പ്രാവശ്യം ഉത്സവത്തിന് മുമ്പ് എനിക്കിത് പാടി ഇറക്കണം എന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആരെക്കൊണ്ടെങ്കിലും പാടിച്ചിറക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുകയും ബാക്കി പാട്ടുകൾ കൂടി നമ്മൾ എഴുതുകയും കൂടെ ചെയ്തു. അങ്ങനെ വളരെ അടിയന്തരമായിട്ടൊരു ഒരു മാസത്തിനുള്ളിൽ ഇത് ഇറങ്ങിയാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും അമ്മയോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്.